ആദ്യമായിട്ട് പഴംപൊരി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ചേർക്കുന്നത് പഴംപൊരി അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് ആവശ്യമെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. 3 ടേബിൾ സ്പൂൺ ഷുഗർ. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 3 ടേബിൾ സ്പൂൺ ഒരു മീഡിയം ലെവലായിരിക്കും. ഇനി പഴംപൊരിക്ക് അല്പം യെല്ലോ കളർ കിട്ടുന്നതിനായി അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ താഴെ മതി. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഏലക്ക പൊടി കൂടി ചേർക്കാവുന്നതാണ്. ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി അല്പം ഉപ്പ്, അതും 1/4 ടീസ്പൂണിൽ താഴെ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് കട്ടയൊന്നും പിടിക്കാതെ വളരെ സ്മൂത്ത് ബാറ്ററായിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ. ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ മാവ് അല്പം നേരം കൂടുതൽ ഇളക്കി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ വളരെ കുറച്ച് മാവ് മാത്രമേ അതിൻ്റെ പുറത്ത് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ വളരെ കൂടുതൽ മാവ് അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഇനി ഈ മാവ് ഏകദേശം 15-20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചില ഹോട്ടലുകളിലൊക്കെ ഈ മാവ് 5-6 മണിക്കൂർ വെച്ച് പുളിപ്പിച്ച ശേഷമാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. ചിലരാവട്ടെ ഇതിൽ അല്പം ദോശമാവ് ചേർത്ത് പെട്ടെന്ന് പുളിപ്പിച്ചെടുക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. 20 മിനിറ്റ് വെച്ച ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി പഴംപൊരിക്ക് ആവശ്യമുള്ള പഴം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എപ്പോഴും നന്നായിട്ട് പഴുത്തതായിരിക്കണം, എന്നാൽ മാത്രമേ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെയോ അല്ലെങ്കിൽ അല്പം കൂടി കറുത്ത കളറുള്ള പഴമോ ആയിരിക്കും നല്ലത്. ഇനി പഴം എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പഴത്തിൻ്റെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം പഴം തൊലി കളഞ്ഞെടുക്കുക. ഞാനിവിടെ 3 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. വലിയ പഴമാണെങ്കിൽ 4 സ്ലൈസസ് ആയിട്ടും ഇതുപോലെ മീഡിയം സൈസ് പഴമാണെങ്കിൽ 3 സ്ലൈസസ് ആയിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നീളം കൂടിയ പഴമാണെങ്കിൽ ഇതുപോലെ നടുവേ മുറിച്ച ശേഷം സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായോ എന്നറിയാൻ വേണ്ടി അല്പം മാവെടുത്ത് എണ്ണയിലേക്ക് ഇടുക. ആ മാവ് താഴ്ന്നു പോയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊങ്ങി വന്നാൽ അതിൻ്റെ അർത്ഥം എണ്ണ ആവശ്യത്തിന് ചൂടായി എന്നാണ്. ഇനി നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന പഴത്തിൻ്റെ പീസുകൾ ഓരോന്നായി എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി 2 സൈഡ് മാവ് നന്നായിട്ട് കോട്ട് ചെയ്ത ശേഷം എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം. എണ്ണയുടെ ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴംപൊരിയുടെ പുറഭാഗം കരിയും അകം വേവാതിരിക്കുകയും ചെയ്യും. അതുപോലെ എണ്ണയുടെ ചൂട് കുറഞ്ഞിരുന്നാൽ പഴംപൊരി എണ്ണ കൂടുതൽ അബ്സോർബ് ചെയ്ത് ഓയിലി ആയിട്ടിരിക്കും. അതുകൊണ്ട് എണ്ണ ചൂടായ ശേഷം തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുക. അല്പനേരത്തിന് ശേഷം കളറ് മാറാൻ തുടങ്ങുമ്പോൾ മറിച്ചിട്ട് മറുവശം കൂടി വേവിക്കുക. ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.